അത്തരത്തിൽ മരണപ്പെട്ടു പോയവർ നമ്മുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലും അത് വരാം. അതായത് മറ്റൊരു എൻറ്റിറ്റി നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതെ, എൻ്റെ ആത്മാവ് എൻ്റെ ബോഡിയിലല്ല ആക്സസ് ഉള്ളൂ, മറ്റൊരു ബോഡിയിലേക്ക് അതിന് എങ്ങനെ കയറാൻ കഴിയും? സാറിൻ്റെ ബോഡിയിൽ തന്നെ സാറിന് എങ്ങനെ ആക്സസ് കിട്ടി? അപ്പം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഇതിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പാർട്ട് എന്താന്ന് പറഞ്ഞാൽ, ടിറ്റു സിംഗ് ജനിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് സുരേഷ് വർമ്മ മരിക്കുന്നത്. അതെങ്ങനെയാണ്? അതാണ്, നമ്മളൊക്കെ മറ്റേതോ ജന്മത്തിൽ നിന്നും വന്ന ആളുകളാണ്, ഇനിയും വേറെ ഏതോ ജന്മങ്ങൾ തേടി പോകുന്ന ആളുകളാണ്. പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി പാസ്റ്റ് ലൈഫ്സ് കാണാനൊക്കെ സാധിക്കും. പാസ്റ്റ് ലൈഫിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒരു ക്യൂരിയോസിറ്റി. തലയ്ക്കടി കൊണ്ട് മരണപ്പെട്ടു, അതിനുശേഷമാണ് ഈ ജന്മത്തിൽ തലവേദന വന്നത്. അപ്പോൾ ആ ജന്മം കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവരുടെ തലവേദന പോയി എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പുരുഷന്മാരിങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര പേടിയാണ്. അവർ കണ്ട കാഴ്ച 4-5 പുരുഷന്മാർ അവരെ ബേൺ ചെയ്യുന്നതാണ് അവർ കണ്ട കാഴ്ച പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്. ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിൽ ആക്ച്വലി കൊക്കയിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട്, റൈറ്റ്? അപ്പം അതിനുശേഷം എനിക്ക് പൂർവ്വജന്മം, ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ്, നമ്മളൊക്കെ മറ്റേതോ ജന്മത്തിൽ നിന്നും വന്ന ആളുകളാണ്, ഇനിയും വേറെ ഏതോ ജന്മങ്ങൾ തേടി പോകുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയുടെ സീക്രട്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പ്രകൃതിയുടെ ഭാഗമാണ്, അപ്പോൾ നമ്മളും ഒരു സീക്രട്ട് മനുഷ്യനാണ്, രഹസ്യ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. അതെ, അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ആഴത്തിൽ നമ്മൾ പല സാധനകൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ പല ജന്മങ്ങളെ നമുക്ക് ഓർമ്മ വരികയോ അവർ നമുക്ക് പല ലൈഫ് ടൈംസിനും കണക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ PLR പോലുള്ള സെഷനുകളിൽ, PLR എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലുള്ള സെഷനുകളിൽ നമുക്ക് ആക്ച്വലി പാസ്റ്റ് ലൈഫ്സ് കാണാനൊക്കെ സാധിക്കും. ആക്സസിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവ്വജന്മങ്ങളിലോട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വഴിയാണ് പോവുക. സ്റ്റേറ്റ്മെൻറ്റ്സ് വഴി എനർജറ്റിക്കലി കണക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ പല സിറ്റുവേഷനിലും പലരുടെയും സിറ്റുവേഷനുകളിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞ് മാറിയിട്ടില്ല എങ്കിൽ ഞാൻ അവരുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. അപ്പോഴത്തേക്കും അത് മിക്കവാറും അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറാം. പാസ്റ്റ് ലൈഫിലേക്ക് പോകാൻ കഴിയുമോ? പാസ്റ്റ് ലൈഫിലേക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒരു ക്യൂരിയോസിറ്റി. എന്തായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് എന്നറിയാനുള്ളൊരു ആക്ച്വലി പാസ്റ്റ് ലൈഫിലോട്ട് പോകുന്ന ഒരു പ്രോസസ് ഇല്ല. ആക്സസിലോട്ട് ആക്ച്വലി പാസ്റ്റ് ലൈഫിലോട്ടുള്ള പ്രയാസങ്ങൾ മീൻസ് കളയുക എന്നുള്ളൊരു പ്രോസസ്സേ ഉള്ളൂ. എടുത്ത് കളയുക. കാരണം പല പാസ്റ്റ് ലൈഫുകളും നമ്മൾ കണ്ടാൽ നമുക്ക് തന്നെ സങ്കടവും പിന്നെ കുറ്റബോധവും വിഷമവും പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈഫും അങ്ങനെയുള്ളവരും ഉണ്ട്, ലൈഫ് എൻഹാൻസ് ആവുന്നവരുണ്ട്. സോ നമ്മൾ ആക്ച്വലി കണക്ട് ചെയ്തിട്ട് അത് കളയലേ ഉള്ളൂ. ഞാനൊരു ഡോക്ടറോട് സംസാരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം റേക്കിയും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇത്തരത്തിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അപ്പോൾ ഒരു പെൺകുട്ടി വന്നു, പെൺകുട്ടിക്ക് തലവേദനയാണ്, എന്നും മൈഗ്രെയിനാണ്, അപ്പോൾ എന്നും തലവേദനകളാണ്. അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയുടെ പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നു. അതിന് മുന്നത്തെ ജന്മത്തിൽ തലയ്ക്കടി കൊണ്ട് മരണപ്പെട്ടു, അതിനുശേഷമാണ് ഈ ജന്മത്തിൽ തലവേദന വന്നത്. അപ്പോൾ ആ ജന്മം കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ അവരുടെ തലവേദന പോയി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആക്സസ് ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പോൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ തങ്ങളുടെ പാസ്റ്റ് ലൈഫൊക്കെ കാണാറുണ്ട്, കുറച്ച് പേരൊക്കെ. പക്ഷെ അത് എല്ലാവരും കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു മാഡം ആക്ച്വലി അവർക്ക് ഈ പുരുഷന്മാരിങ്ങനെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഈ ആക്സസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബോഡിയിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു, തീ കത്തുന്നത് പോലെ. അവർ കണ്ട കാഴ്ച 4-5 പുരുഷന്മാർ അവരെ ബേൺ ചെയ്യുന്നതാണ് അവർ കണ്ട കാഴ്ച പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവരുടെ ബോഡി അത്രയും പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പുരുഷന്മാരോടുള്ളൊരു ദേഷ്യം അല്ലെങ്കിൽ അവർ കണ്ടാലൊരു ഭയം, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ എല്ലാവർക്കും ഇതുപോലെ പാസ്റ്റ് ലൈഫ് കാണണം എന്ന് ഒരു നിർബന്ധവും ആക്സസിനകത്ത് ഇല്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, ചിലർ കാണാറുണ്ട്. ചിലർ കണ്ടത് അവരുടെ പാസ്റ്റ് ലൈഫ് തന്നെ ആയിരിക്കാം. കാരണം അതിനുശേഷം അവർക്ക് ആ ഭയം ഇല്ല.
ഞാൻ എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിൽ ആക്ച്വലി കൊക്കയിൽ നിന്ന് വീണ് മരിച്ചിട്ടുണ്ട്, റൈറ്റ്. അപ്പം അതിനുശേഷം എനിക്ക് ഈ ലൈഫ് ടൈമിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ എനിക്ക് താഴ്ച ചെറിയൊരു ഇപ്പോൾ ഒരു കസേരയുടെ മേളിൽ നിന്നാൽ പോലും എനിക്ക് താഴെ നോക്കാൻ പേടിയാണ്. എനിക്ക് അത്ര പേടിയാണ്. അപ്പം എന്നാൽ ഈ പ്രോസസ്സുകളിലൂടെയും ഞാൻ PLR സെഷനിലൂടെയും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സസിൻ്റെ പ്രോസസ്സുകളിലൂടെയൊക്കെ എനിക്ക് റിലീസാക്കാൻ പറ്റിയിട്ടുണ്ട്. അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, മീൻസ് ലൈക്ക് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ PLR ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാഴ്ച കണ്ടു ശരിക്കും, ഞാനിങ്ങനെ വീഴുന്നതൊക്കെ. അതെ, വീഴുന്നതൊക്കെ. അപ്പം അതിനുശേഷം ആ ഒരു കാഴ്ചയ്ക്ക് ശേഷവും പിന്നെ കുറച്ച് നാളും കൂടെ ഭയം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അതിനുശേഷം ലൈക്ക് വീണ്ടും നമ്മൾ പ്രോസസ്സുകളൊക്കെ ചെയ്ത് തന്ന് പേടിയേ ഇല്ല. എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലും ഇപ്പം താഴോട്ട് നോക്കാൻ യാതൊരു ഭയവും ഇല്ല. അപ്പം ഇതുപോലെ നമ്മുടെ പല ശ്രമിച്ചിട്ടുണ്ടോ ഇപ്പോൾ പാരാക്ലൈമ്പിംഗ് പോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി? ഉണ്ട്. പാരാസെയിലിംഗ്, പിന്നെ ലൈക്ക് സിപ്പ് ലൈൻ, ഇതൊന്നും എന്നെ കൊണ്ട് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എത്രയോ മലകളിലോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്, പോകാൻ പറ്റിയിട്ടുണ്ട്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഓപ്പണിംഗ് ആണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും ഇതൊന്നും എല്ലാം നമ്മുടെ പാപങ്ങളല്ല ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നയിക്കുന്ന പ്രയാസങ്ങൾ. അതെപ്പോഴും പാപമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പാടില്ല. പഴയ ജന്മത്തിൽ ഞാൻ ചെയ്തു പോയ തെറ്റാണ് ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എന്ന് വിചാരിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ പഴയ ജന്മങ്ങൾ അനുഭവിച്ചിട്ട് പോയിട്ടുള്ള വിഷമങ്ങളാകാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്ങൾ ഉണ്ടാകും. ഈ ഭയങ്ങൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ഒരു ബാക്കി പത്രമാണോ? ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ തീയിനോട് ഭയം, വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വെള്ളത്തിനോട് വളരെയധികം ഭയം ഉണ്ടാവും, റൈറ്റ്? ഈ ലൈഫ് ടൈമിൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും കോമൺ ആയിട്ട് വെള്ളത്തിനോട് ഭയം തോന്നാത്തത്? എന്തുകൊണ്ടാണ് കടൽ കാണുമ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ ഭയം തോന്നാത്തത്? എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ ഭയം തോന്നാത്തത്? ഇതൊക്കെ പാസ്റ്റ് ലൈഫിലെ പല അനുഭവങ്ങളുമാണ്, റൈറ്റ്? കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് പറയുകയാണെങ്കിൽ അത് മാത്രമാവണമെന്നില്ല. അത്തരത്തിൽ മരണപ്പെട്ടു പോയവർ നമ്മുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലും അത് വരാം. അതായത് മറ്റൊരു എൻറ്റിറ്റി നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അതെ, ബാധ, പ്രേതം അങ്ങനെ പറയുന്നത്. ബാധ, പ്രേതം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, റൈറ്റ്? പക്ഷെ അങ്ങനെ ഒരു സാധനം, അതേപോലെ ഒരാത്മാവെന്ന് കുറച്ചും കൂടെ ലളിതമായിട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് എല്ലാവരെയും സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ചുറ്റിലും എല്ലാവരും പരിഹസിക്കുന്ന ഒരു ഇതാണ് ലൈക്ക് പ്രേതം, ബാധ. പരിഹസിക്കലാണ്, നിന്ദനമാണ്. നമ്മളും ഒരു ദിവസം എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രേതവും ബാധയായിട്ടൊക്കെ, റൈറ്റ്? ശരിക്കും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ശരീരം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അവസ്ഥ, അതോടുകൂടി നമ്മൾ എല്ലാവരും ഉപദ്രവിക്കാൻ നടക്കുന്നില്ല, ഓക്കെ? എന്നാൽ നമുക്ക് ഈ മാച്ച് ചെയ്ത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ പലരുടെയും ശരീരങ്ങളുടെ ഉള്ളിൽ കയറാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അതുകൊണ്ടും സംഭവിക്കാം. അപ്പം അങ്ങനെ അതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ബോഡിക്ക്, ഇപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ബോഡിയിലല്ല ആക്സസ് ഉള്ളൂ, മറ്റൊരു ബോഡിയിലേക്ക് അതിന് എങ്ങനെ കയറാൻ കഴിയും? സാറിൻ്റെ ബോഡിയിൽ തന്നെ സാറിന് എങ്ങനെ ആക്സസ് കിട്ടി? സാർ എങ്ങനെ ഈ ബോഡി സൃഷ്ടിച്ചു? നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അതിലേക്ക് വന്നു. അതൊരു അത്ഭുതമല്ലേ? അതെ. അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, റൈറ്റ്? അപ്പോൾ നമ്മളതൊക്കെ പഠിക്കണം. നമ്മളതിൻ്റെ അറിയണം എന്ന് താല്പര്യമുള്ളവർ അതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്തായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ടിറ്റു സിംഗിൻ്റെ സ്റ്റോറി വളരെ ഫേമസ് ആണല്ലോ. ഞാൻ അധികം കേട്ടിട്ടില്ല. ടിറ്റു സിംഗ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ജനിച്ചപ്പോഴത്തേക്കും തന്നെ ലൈക്ക് പാസ്റ്റ് ലൈഫിൽ സുരേഷ് വർമ്മ എന്ന് പറയുന്ന ഒരു കാസറ്റ് കട നടത്തിയിരിക്കുകയും, ആഗ്രയിലാണ് കേട്ടോ പുള്ളി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാസറ്റ് കട നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആക്ച്വലി കള്ളക്കടത്തിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സുരേഷ് വർമ്മ. അദ്ദേഹം മരണപ്പെടുന്നത് ലൈക്ക് ബുള്ളറ്റ് ഷോട്ട് ഏറ്റാണ്. ഒരു ക്രിമിനൽ ആക്ച്വലി വെടിവെച്ചിട്ട് ബുള്ളറ്റ് ഷോട്ടൊക്കെ ഏറ്റിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ടിറ്റു സിംഗിന്. പക്ഷേ ടിറ്റു സിംഗ് ആയിട്ട് ജനിക്കുകയാണ് അടുത്ത ലൈഫ് ടൈമിൽ. ഈ കൊച്ചുകുട്ടിയായിട്ടുള്ള ടിറ്റു സിംഗിനാകട്ടെ സുരേഷ് വർമ്മയുടെ എല്ലാ ഓർമ്മകളും നിലനിൽക്കുന്നു. അതൊരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് നമുക്കറിയില്ല.
പക്ഷെ ഓർമ്മകളെല്ലാം നിലനിൽക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ സുരേഷ് വർമ്മയാണ്, എനിക്കിവിടെ ഒരു കാസറ്റ് കടയുണ്ട്, ആഗ്രയിൽ എനിക്കൊരു കാസറ്റ് കടയുണ്ട്, എന്നെ അവിടോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട് എന്ന് വല്ലാതെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ബഹളം വെക്കുമ്പോഴാണ് അങ്കിള്, മാമനായിട്ടുള്ളൊരു വ്യക്തി എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ് ഈ ടിറ്റു സിംഗിനെ കൊണ്ട്. ടിറ്റുവിനെയും കൊണ്ട് ആക്ച്വലി ആ സ്ഥലത്ത് പോവാണ്. പോകുമ്പോൾ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ സുരേഷ് വർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് കടയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഈ കൊച്ചുകുട്ടി, അത് BBC ആക്ച്വലി ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് യൂട്യൂബിനകത്ത് കാണാൻ പറ്റും. ലൈക്ക് ഈ കൊച്ചുകുട്ടി കൃത്യമായിട്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ, സുരേഷ് വർമ്മയുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതോടൊപ്പം ടിറ്റു സിംഗിൻ്റെ ശിരസിൽ തന്നെ സുരേഷ് വർമ്മയ്ക്ക് എവിടെയാണോ ബുള്ളറ്റ് ഷോട്ട് ഏറ്റത് ആ മാർക്സ്, ബർത്ത് മാർക്സ് ഒക്കെ ആർക്കുണ്ട്, ടിറ്റു സിംഗിനുണ്ട്. പക്ഷെ ഇതിലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു പാർട്ട് എന്താന്ന് പറഞ്ഞാൽ, ടിറ്റു സിംഗ് ജനിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് സുരേഷ് വർമ്മ മരിക്കുന്നത്. അതെങ്ങനെയാണ്? അതാണ് അപ്പം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് സുരേഷ് വർമ്മ മരിച്ചതിന് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ടിറ്റു സിംഗ് ജനിച്ച് 1 വർഷത്തിന് ശേഷമാണ് സുരേഷ് വർമ്മ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പുനർജന്മമല്ല, റൈറ്റ്? അത് ശരിക്കും നമ്മളത് പഠിക്കേണ്ട ഒരു കേസ് സ്റ്റഡി തന്നെയാണ്. ശാന്തി ദേവിയുടെ ഒരു പുനർജന്മമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതെ, അത് ആക്ച്വലി ഒരു പുനർജന്മത്തിന്റെ കാര്യമാണ്. ഇത് വളരെ വ്യത്യസ്തമാണ്. അതെ, അപ്പൊ ആ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യത്തിനെയാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം. ഈ ചില ബാധകൾ കൂടിയതുപോലെ കുറഞ്ഞു തുള്ളുന്നതും, ഇപ്പോൾ തമിഴ് സംസാരിക്കാൻ അറിയാത്തുള്ള തമിഴ് മറ്റുള്ള ഭാഷകൾ സംസാരിക്കുന്നതായിട്ട്, ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് മരിച്ചുപോയ അപ്പൂപ്പൻ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കഥകൾ ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ആയിരിക്കാം. എനിക്ക് എല്ലാ കാര്യത്തിനും ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല. കേസ് ടു കേസ് ഓരോരുത്തർ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലാണ് ഓക്കെ ഇതാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. ചിലർ ആക്ച്വലി പുനർജന്മങ്ങൾ തന്നെ ആകാം, ചിലർ ആക്ച്വലി ആ ബീയിങ് ഉള്ളിൽ കയറുന്നതാകാം, ചിലരത് വെറും തോന്നലുകളാകാം, ചിലർ സിനിമയിൽ നിന്ന് വെറുതെ ചിന്തിച്ച് താൻ അതാണ് എന്ന് സങ്കല്പിച്ചെടുക്കുന്നതാകാം. ഓക്കെ, ഇത് സിറ്റുവേഷൻസ് ടു സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി ആക്സസിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള എനർജീസ് ആരുടെയെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മളറിയാതെ ആരെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലെൻസ് ചെയ്യാനുള്ളത് അതൊക്കെ പഠിപ്പിച്ചു തരും. അതൊക്കെയാണ് ആക്സസിനകത്ത് ചെയ്യുന്നത്.